നമസ്കാരം, പ്രസാദാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നത് ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു സ്ഥിരം വായനക്കാരനൊന്നുമല്ല. വല്ലപ്പോഴും വായിക്കുന്ന, എന്നാൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഈ അടുത്ത കാലത്ത് വായനാശീലം ഒന്ന് വർദ്ധിപ്പിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങുകയുണ്ടായി. അങ്ങനെ വായിച്ചതിൽ ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി വന്നതാണ്. ഇതാണ് പുസ്തകം, പൗലോ കൊയ്ലോയുടെ ആർച്ചർ. ഇത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. ഇത് ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആഖ്യാന ശൈലി, അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് മലയാളത്തേക്ക് പരിഭാഷപ്പെടുത്തിയത് കബനീസിയാണ്. അതും വളരെ മികച്ചതായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടമായി. ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു ചെറിയ കഥയാണ്. അതായത് തെത്സുയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരപ്പണിക്കാരൻ്റെ കഥ. ദൂരദേശത്തു നിന്നും ഈ തെത്സുയയെ കാണാൻ അയാൾ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് ഒരു വ്യക്തി വരികയാണ്. ഈ വന്ന വ്യക്തി ഒരു അമ്പെയ്ത്തുകാരനാണ്. അദ്ദേഹം ആ വിദ്യയിൽ മികച്ചു നിൽക്കുന്ന ഒരാളാണ്. ഈ തെത്സുയ മുന്നേ ഒരു അമ്പെയ്ത്തുകാരനായിരുന്നു. അദ്ദേഹം ആ രാജ്യത്തെ ഏറ്റവും മികച്ച അമ്പെയ്ത്തുകാരനായിരുന്നു. പക്ഷെ ആ വിവരം ഇന്ന് അദ്ദേഹം താമസിക്കുന്ന ഗ്രാമത്തിൽ ആർക്കും അറിയില്ല. ഈ വന്ന വ്യക്തി അവിടെയുള്ള ഒരു കുട്ടിയോട് വഴി ചോദിക്കുകയും അങ്ങനെ ഇവർ തെത്സുയയെ കാണാൻ പോവുകയാണ്. തെത്സുയയെ കണ്ടിട്ട് അവർ തമ്മിലൊരു മത്സരത്തിൽ ഏർപ്പെടും, അമ്പെയ്ത്ത് മത്സരം. മത്സരം കഴിഞ്ഞിട്ട് വന്ന വ്യക്തി തിരിച്ചു പോകും. ആ സമയത്ത് ഈ കുട്ടിക്ക് മനസ്സിൽ പല ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ ഉദിക്കും. അതൊക്കെ ഇദ്ദേഹത്തോട് ചോദിക്കും, തെത്സുയയോട് ചോദിക്കും. അതിന് തെത്സുയ കൊടുക്കുന്ന മറുപടി അമ്പിൻ്റെയും വില്ലിൻ്റെയും വഴികളിലൂടെയാണ്. അമ്പിനെയും വില്ലിനെയും ഉദാഹരണമാക്കി വെച്ചുകൊണ്ട് തെത്സുയ പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ പറ്റി തന്നെയാണ്. ജീവിതത്തിൽ നമുക്കുള്ള ലക്ഷ്യങ്ങൾ, തൊഴിൽ, പ്രയത്നം, അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടുന്ന റിസ്ക് എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം, നമുക്കൊപ്പമുള്ള ആളുകൾ, അങ്ങനെ പരാജയങ്ങളെയും വിജയങ്ങളെയൊക്കെ എങ്ങനെ നേരിടാം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അമ്പിനെയും വില്ലിനെയും ഉദാഹരണമാക്കി വെച്ചുകൊണ്ട് തെത്സുയ പറയുന്നത്. ആ രീതി എനിക്ക് വളരെയധികം ഇഷ്ടമായി. ആ എഴുതിയിരിക്കുന്ന രീതി നല്ലൊരു ഒഴുക്കുള്ള പുസ്തകമാണ്. നല്ലൊരു ഫ്ലോയിൽ അങ്ങനെ ഇരുന്ന് വായിച്ചു പോവാം. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിന് ശേഷം ഞാൻ വായിക്കുന്ന രണ്ടാമത്തെ പുസ്തകമാണ് ആർച്ചർ. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കേണ്ടതാണ്. വളരെ നല്ല പുസ്തകമാണ്. കുറച്ച് പുസ്തകങ്ങളൂടെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് വായിക്കാൻ വേണ്ടിയിട്ട്. തുടർന്നുള്ള കുറച്ച് വീഡിയോസിൽ ഇനി ഞാൻ വായിച്ച പുസ്തകങ്ങൾ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള യാത്രയ്ക്ക് അത് വളരെയധികം സഹായകരമായിരിക്കും. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കുക പൗലോ കൊയ്ലോയുടെ ആർച്ചർ.